എത്തുകയാണ്. നമുക്കിപ്പോൾ ഒരു ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും പോകാം. കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട കുട്ടിയുടെ മൃതദേഹം സംസ്കാരത്തിനായി എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ ദിവസമാണ് യുവതിയായ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ പെൺകുട്ടി ഗർഭിണിയായതും മറ്റു കാര്യങ്ങളുമൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നു. ഇപ്പോൾ കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ഈ സംസ്കാരത്തിനായി കൊണ്ടുവരുന്നത്. എബി തോമസുമായി വരുന്നു. എബി, മൃതദേഹം എവിടെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്? ഫിജി പുല്ലേപ്പടിയിലെ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോഴേക്കാണ് ഇവിടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇപ്പോൾ ഇവിടെ പുല്ലേപ്പടി ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. കോർപ്പറേഷനും പോലീസും ചേർന്നാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഈ കുഞ്ഞിന്റെ അമ്മയിൽ നിന്നും അമ്മയുടെ വീട്ടുകാരിൽ നിന്നും ഈ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ഇത്തരത്തിൽ നടത്തുന്നതിനുള്ള അനുമതി ഇന്നലെ തന്നെ കോർപ്പറേഷൻ വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അവരുടെ സമ്മതപത്രം പോലീസ് കൈപ്പറ്റി, അതിനുശേഷം കോർപ്പറേഷൻ കൈപ്പറ്റിയതിനു ശേഷം പോലീസിനെ കാണിച്ചു. പോലീസ് ആണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങി കോർപ്പറേഷന് നൽകുന്നത്. അങ്ങനെ ഇവിടുത്തെ ഈ പുല്ലേപ്പടിയിലെ ശ്മശാനത്തിൽ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടേക്ക് ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ച് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫിജി, ഈ കുട്ടിയുടെ മാതാവ് ആശുപത്രിയിൽ തന്നെ തുടരുകയാണോ? അക്കാര്യത്തിലുള്ള പോലീസ് നടപടികളും കോടതി നടപടികളുമൊക്കെ എന്തായി? ഈ കുഞ്ഞിനെ അവർ കാണാൻ തയ്യാറായിട്ടുണ്ടോ? കുഞ്ഞിനെ കാണിക്കാൻ അത്തരത്തിലൊരു സാഹചര്യമുണ്ടോ? അത്തരത്തിൽ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നലെയോടുകൂടി, അതായത് ഇന്നലെ ആണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇത്തരത്തിൽ സംസ്കരിക്കുന്നതിനുള്ള അനുമതി കോർപ്പറേഷൻ അവരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങുന്നത്. അത് ഒരു അനുമതി പത്രം എന്ന നിലയ്ക്ക് തന്നെ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തണം. അതിനുവേണ്ടി ഈ കുഞ്ഞിന്റെ മൃതദേഹം കോർപ്പറേഷൻ ഏറ്റെടുക്കുന്നു എന്നുള്ള നിലയിൽ തന്നെയാണ്, കുഞ്ഞ് അനാഥ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ സംസ്കരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ്. അവരുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച ശേഷം മാത്രമാകും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇവർ കഴിഞ്ഞ ദിവസം തന്നെ കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഈ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഭയഭ്രാന്തിയിലായ ഈ യുവതി കുഞ്ഞിന്റെ വായിൽ തുണിത്തിരുകി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ അവരുടെ മൊഴി പ്രകാരം വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ്. എന്തായാലും ഇവർ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിന് വേണ്ടി തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെയും അമ്മയുടെയും DNA പരിശോധന ഉൾപ്പെടെ നടത്തുക എന്നുള്ളൊരു നില തന്നെയുണ്ട്. എന്തായാലും പോലീസ് അവർ ഒരു കുഞ്ഞിനെ ഒരു ബഹുമതി നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സംസ്കാര ചടങ്ങിലേക്ക് പോവുക. മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. കോർപ്പറേഷനാണ് ഈ കുഞ്ഞിന്റെ കോർപ്പറേഷനും പോലീസുമാണ് കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ചടങ്ങുകളാണ്. മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ്, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസ് വിവിധ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഈ കുഞ്ഞിന്
സല്യൂട്ട് നൽകുന്ന കാഴ്ച അത് തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. മേയർ ഉൾപ്പെടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ കൂടി ഈ സംസ്കാര ചടങ്ങിന്റെ ഇത്തരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞിന്റെയും അമ്മയുടെയും DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അവർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇന്ന് സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ നിലയ്ക്കുള്ള നടപടികൾ കൂടി തുടരുന്നുണ്ട്. ഈ ശ്മശാനത്തോട് കയറുന്ന അവിടെ തന്നെ കവാടത്തിന്റെ അവിടെ തന്നെ ഇടതുവശത്തായിട്ടാണ് കുഞ്ഞിന് ഒരു ചെറിയ കുഴി ഒരുക്കിയിരിക്കുന്നത്. അവിടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കും. അത്തരത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംഭവം നടക്കുന്നത്. അത് അന്ന് തന്നെ ആ ദിവസം തന്നെ ഈ സംഭവത്തിലെ പ്രതിയെ പിടികൂടാനും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും പോലീസിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. വളരെ വേഗം തന്നെ ഈ പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. താൻ മാത്രമാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളി, അല്ലെങ്കിൽ മറ്റാരും തന്നെ പങ്കാളികളായിട്ടില്ല, താൻ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്നുള്ളതായിരുന്നു കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള 23-കാരിയുടെ പ്രതികരണം വന്നത്. എന്തായാലും ആ നിലയ്ക്ക് ഉള്ള അന്വേഷണം, ഒപ്പം തന്നെ ഈ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ ആരിലേക്കെങ്കിലും ഈ ഒരു അന്വേഷണം എത്തിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ആലോചന പോലീസിന്റെ ഭാഗത്ത് എന്തായാലും ഉണ്ട്. ഇപ്പോൾ സംസ്കരിക്കാനായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ കാഴ്ചകൾ അത്യന്തം വേദനാജനകമാണ്. ഒരു മനസാക്ഷിയുള്ളവർക്കൊന്നും കണ്ടിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാഴ്ചകൾ കണ്ണിനെ ഈറനണിയിക്കുന്നു. തീർച്ചയായും ആ കുഞ്ഞ് താൻ പോലും അറിയാത്ത തെറ്റിന് ഈ ശിക്ഷ ഏറ്റുവാങ്ങി ഈ ലോകത്തു നിന്ന് പിറന്ന ഉടനെ മടങ്ങേണ്ടി വന്നൊരു സാഹചര്യം, അതിക്രൂരമായ മർദ്ദനമേറ്റ് പീഡകൾ സഹിച്ചത് തിരികെ പോവുകയാണ് മണ്ണിലേക്ക്. എന്തായാലും മേയർ ഉൾപ്പെടെയുള്ളവർ ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ടു പോകുന്നു. പോലീസിന്റെ സാന്നിധ്യമുണ്ട്. പോലീസ് സല്യൂട്ട് നൽകുന്നു. എന്തായാലും ഈ കാഴ്ചകളൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ ദുഃഖിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു പൊതു മനസാക്ഷി ഈ കാര്യങ്ങളെ കാണുന്നത്? ഏറ്റവും വൈകാരികം എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഫിജി. എന്തായാലും ഫിജി പറഞ്ഞ പോലെ തന്നെ മനുഷ്യന് മനസാക്ഷിയുള്ള ആർക്കും തന്നെ അത് അത്ര നിസ്സാരമായി കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല ഇത്. കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കേണ്ട ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ എന്താണ് പിറന്നത് എവിടെയാണെന്ന് പോലും അറിയുന്നതിന് മുമ്പ്, ആ ഒരു ബോധം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ജീവിതത്തിൽ നിന്നും ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തന്റെ പോലും ഒരു തെറ്റിന്റെ പുറത്തല്ലാതെ മറ്റാരുടെ തെറ്റിന്റെ പുറത്ത് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായി പോകുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് നമുക്കിപ്പോൾ ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കുഞ്ഞിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി യാത്രയാക്കുകയാണ് കോർപ്പറേഷനും പോലീസ് അധികാരികളും എല്ലാം ചേർന്ന്. പൂക്കളും ഒപ്പം തന്നെ കളിപ്പാട്ടങ്ങൾ നമുക്ക് കുഞ്ഞിന്റെ ആ ഒരു ശവമഞ്ചത്തിൽ അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ആ കാഴ്ചകൾ വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ അത് നമുക്ക് നൽകുന്ന വലിയ രീതിയിലുള്ള ചില ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. അന്ന് നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശനം നടത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഏറ്റവും ക്രൂരമായിട്ടുള്ള സംഭവമാണ്, ഞെട്ടിക്കുന്ന കാര്യമാണ്. അമ്മത്വത്തിൽ പോലുള്ള നിരവധിയായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ വേണ്ടാത്തവർക്ക് അവരെ കൊല്ലരുത്, അവരെ ഇങ്ങനെ തെരുവിൽ വലിച്ചെറിയരുത്, അവർക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലും ഈ കുഞ്ഞുങ്ങൾ സ്വതവേ ജീവിക്കാനായിട്ട് അവർക്ക് മറ്റാർക്കും ഒരു ശല്യമാകാത്ത രീതിയിൽ ജീവിക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുക, ആ നിലയ്ക്കുള്ള ചില കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ചെയ്യണം എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നു. കുഞ്ഞിന്റെ മൃതദേഹം കുഴിയിലേക്ക് വെക്കുകയാണ്. അപ്പം ആ നടപടികളാണ് കാണുന്നത്. മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും അവിടെ
ഉണ്ട് എന്നുള്ളത്, ഒപ്പം തന്നെ പോലീസ് അധികാരികളുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഇവർ യാത്രയാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നമുക്ക് വാക്കുകൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും, പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഏറ്റവും വേദനാജനകം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വാക്ക് ഇതിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. അത്രയും വൈകാരികമായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ കാഴ്ചകൾ, ഈ സംഭവങ്ങളെല്ലാം തന്നെ. എന്തായാലും ഒരിക്കലും നമുക്ക് അത്ര പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇത്തരത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു അനുമതി പത്രം ഈ മാതാവിൽ നിന്നും മാതാവിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ഇവർ ഏറ്റുവാങ്ങിയത്, കോർപ്പറേഷൻ ഏറ്റുവാങ്ങിയത്. അത് പോലീസിന് സമർപ്പിച്ചു. അതിനുശേഷം പോലീസാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ഈ മൃതദേഹം ഏറ്റുവാങ്ങി ഇവിടെ എത്തിച്ചത്. ഇവിടെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും മേയർ, കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുഞ്ഞിന്റെ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം സല്യൂട്ട് ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവർ ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്ത്യത്തിലേക്ക് കടക്കുന്നു. ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞ് ലോകത്തു നിന്ന് മറയുകയാണ്. ജനിച്ചതേയുള്ളൂ. അത് കണ്ണു തുറന്ന് ലോകത്തെ കണ്ടിരുന്നില്ല. അതിനു മുമ്പ് തന്നെ കുഞ്ഞ് കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് മറഞ്ഞു പോകുന്നു. അതിവൈകാരികമായ നിമിഷങ്ങളാണ്. എന്തായാലും കുഞ്ഞിൻ്റെ ബന്ധുക്കളോ അമ്മയോ അച്ഛനോ പോലും ആ കുഞ്ഞിൻ്റെ സമീപത്തില്ല. പകരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും മേയറും പോലീസ് ഉദ്യോഗസ്ഥരും ശ്മശാനവുമായി ബന്ധപ്പെട്ടവൾ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ കുഞ്ഞിന് കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ, റോസാപുഷ്പങ്ങൾ ഉൾപ്പെടെ നൽകി വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ഒരു യാത്രയയപ്പ് നൽകുന്നു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും. ഇപ്പോൾ കുഞ്ഞിൻ്റെ അന്ത്യകർമ്മങ്ങൾ അതെങ്ങനെ പൂർത്തീകരിച്ചു എന്ന് തന്നെ അറിയില്ല. എന്തായാലും കുഞ്ഞിനെ ഒരു ചെറിയ പെട്ടിയിലാക്കി റോസാപ്പൂക്കളും പനിനീർ പൂക്കളും ഒക്കെ അർപ്പിച്ച് കളിപ്പാട്ടങ്ങൾ നൽകി മണ്ണിലേക്ക് യാത്രയയക്കുന്നു. മനസാക്ഷിയുള്ളവർക്ക് അധികം കണ്ടു നിൽക്കാനാവില്ല ഈ കാഴ്ചകൾ.